സെയ്ഫ് സൈനുലാബ്ദീൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. സെയ്ഫ്, എന്താണ് ഈ വിഷയത്തിൽ നിയമസഭയ്ക്കകത്ത് നടക്കുന്നത്? അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി മീഡിയ റൂമിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. പ്രതിപക്ഷത്ത് നിന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ചത് അനൂപ് ജേക്കബ് ആയിരുന്നു. അദ്ദേഹം ഉന്നയിച്ചത് കൂത്താട്ടുകുളത്ത് CPM കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല, പ്രതികൾക്ക് വേണ്ടി പോലീസ് ഒത്താശ ഒരുക്കി തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യവും പോലീസ് ഒരുക്കി നൽകി. ഈ വിഷയമാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് അനൂപ് ജേക്കബ് ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി പോലീസിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതിനുശേഷമാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് അദ്ദേഹം അനൂപ് ജേക്കബ് സംസാരിച്ചത്. അനൂപ് ജേക്കബ് മുന്നോട്ട് വെച്ചത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പോലീസാണ് അവിടെ എല്ലാ സൗകര്യവും പ്രതികൾക്ക് വേണ്ടി ഒരുക്കി നൽകിയത്. അത് തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയത് അവിടെ CPMന്റെ ആൾക്കാരാണ്. CPMന്റെ ആൾക്കാർ അത് ചെയ്തപ്പോൾ പോലീസ് വഴിയൊരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ സ്ത്രീ സുരക്ഷ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എന്ത് സ്ത്രീ സുരക്ഷയാണ് അവിടെ ഉണ്ടായത് എന്നുള്ള ചോദ്യം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വെച്ചു. മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ CPMന്റെ പ്രവർത്തകർക്ക് തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയത്. തട്ടിക്കൊണ്ടുപോകുന്ന വാഹനത്തിൽ സുഖമായി കടന്നു പോകാനുള്ള സൗകര്യം പോലീസ് ഒരുക്കി. UDF പ്രവർത്തകരെയും കൗൺസിലർമാരെയും മർദ്ദിക്കുന്നത് പോലീസ് നോക്കി നിന്നു തുടങ്ങിയ ആരോപണങ്ങൾ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചു. ഒരു സെലിബ്രിറ്റിക്ക് നേരെ ആക്ഷേപം ഉണ്ടായപ്പോൾ ശരവേഗത്തിലാണ് നടപടി ഉണ്ടായത്. ഇവിടെ ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് സംസ്ഥാന സർക്കാർ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പിന്നീട് മുഖ്യമന്ത്രി വിശദമായി തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. അവിടെ അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടികൾ, ഹൈക്കോടതിയിൽ ഉത്തരവുണ്ടായിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പോലീസ് ആവശ്യമായ സൗകര്യം ഒരുക്കിയത്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ ആവശ്യമായ സുരക്ഷാ നടപടി നൽകണമെന്ന് ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി. മുഖ്യമന്ത്രി പിന്നീട് സംസാരിക്കുമ്പോൾ കലാരാജുവിനും അതുപോലെ തന്നെ UDFനും എതിരെയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾ ഉണ്ടായത്. LDFന്റെ കൗൺസിലറെ അവിടെ നിന്ന് കാലുമാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങളുടെ ഭാഗമായി സ്വാധീനിക്കാനുള്ള ഇടപെടലാണ് അവിടെ നടന്നത്. അത് ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായാൽ ആ സ്ഥാനം രാജിവെക്കുകയല്ലേ വേണ്ടത് എന്ന് കലാരാജുവിനോടുള്ള ചോദ്യമായി മുഖ്യമന്ത്രി സഭയിൽ തന്നെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. സ്വാധീനത്തിന് ഏതെങ്കിലും തരത്തിൽ വഴങ്ങുന്നുണ്ടെങ്കിൽ അത് രാജിവെക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം. കാലുമാറ്റത്തെ അതേ രീതിയിൽ അംഗീകരിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം UDFന് മുന്നിലേക്കും മുഖ്യമന്ത്രി വെച്ചു. ക്രമസമാധാന പ്രശ്നമൊന്നും അവിടെ ഉണ്ടായില്ല. അത് അങ്ങനെ ഉണ്ടാകണമെന്ന് ആരും ആഗ്രഹിക്കുന്നുമില്ല. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായ പോലീസ് ഇടപെടും. കലാരാജു ചില പരാതികൾ നൽകിയിട്ടുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് കർശനമായ ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു. അതിനുശേഷമാണ് വാക്കൌട്ട് പ്രസംഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയത്. അവിടെയാണ് സഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായത്. മുഖ്യമന്ത്രിയുടെ വാക്കിനും പഴയ ചാക്കിനും ഒരേ വിലയാണ്. സ്ത്രീ സുരക്ഷ എന്താണ് സംസ്ഥാനത്തുള്ളത് എന്നുള്ള ചോദ്യം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു. മുഖ്യമന്ത്രി കിഡ്നാപ്പിങ്ങിനെ ശ്രമിച്ച ആൾക്കാരെ സംരക്ഷിക്കുകയാണ്, അവരെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള വിമർശനം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. കേരളത്തിൽ എത്ര പഞ്ചായത്തിൽ കാലുമാറ്റം ഉണ്ടാകുന്നു, അവിടെയെല്ലാം തട്ടിക്കൊണ്ടുപോകലാണോ നടക്കുന്നത് എന്നുള്ള ചോദ്യം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പ്രതിപക്ഷ നേതാവ് വെക്കുകയും ചെയ്തു. ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി നിരന്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ആളല്ലേ? എന്നിട്ട് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത്? രാവിലെ കാലുമാറിയ ആളെ ഉച്ചയ്ക്ക് വൈസ് പ്രസിഡന്റ് ആക്കിയ പാർട്ടിയാണ് നിങ്ങളുടേത് എന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിനിടെ ഭരണപക്ഷത്ത് നിന്ന് ബഹളമുണ്ടായത്. ഭരണപക്ഷത്ത് നിന്ന് തുടർച്ചയായ ബഹളമുണ്ടായപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ അത് വലിച്ചെറിഞ്ഞുകൊണ്ട് എന്ത് തെമ്മാടിത്തമാണ് കാണിക്കുന്നത് എന്നുള്ള ചോദ്യം മുന്നോട്ട് വെച്ചു. അതിന് പിന്നാലെ പ്രതിപക്ഷത്തെ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തി. പിന്നീട് സ്പീക്കർ പറഞ്ഞ് ഭരണപക്ഷം ഒന്ന് അടങ്ങിയ ശേഷമാണ് പ്രതിപക്ഷ അംഗങ്ങൾ അവരവരുടെ സീറ്റുകളിലേക്ക് പോയത്. സീറ്റുകളിലേക്ക് പോയി വീണ്ടും പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങുമ്പോൾ CPMന്റെ ഏരിയ സെക്രട്ടറിയാണ് അവിടുത്തെ ഒന്നാം പ്രതി എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഭരണപക്ഷത്ത് നിന്ന് ബഹളമുണ്ടായി. ഭരണപക്ഷം ബഹളം വെക്കുമ്പോൾ സ്പീക്കർ പറയുന്നുണ്ട് ബഹളം വെക്കാതിരിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ഭരണപക്ഷം വഴങ്ങാൻ തയ്യാറായില്ല. ഒടുവിൽ സ്പീക്കർ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു ബഹളത്തെ അവഗണിച്ചുകൊണ്ട് സംസാരിക്കൂ എന്ന് പറയുമ്പോൾ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടായി. അങ്ങ് എന്തുകൊണ്ട് അവരെ നിയന്ത്രിക്കുന്നില്ല എന്നുള്ള ചോദ്യം മുന്നോട്ട് വെച്ചു. ചെയർ കൂടിയാണ് അവർക്ക് അതിനുള്ള സൗകര്യം, പ്രതിഷേധത്തിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് എന്ന വിമർശനം കൂടി ഉണ്ടായി. അത് പറയുന്നത് ശരിയല്ല എന്ന് സ്പീക്കർ തിരിച്ചടിച്ചു. മുഖ്യമന്ത്രി ഇതിനിടയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ചെയർ ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്ന രീതി
ഹിന്ദിയിൽ മുഖ്യമന്ത്രി കൂടി സംസാരിച്ചു. ഒടുവിൽ ബഹളത്തിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം അവസാനിപ്പിച്ചത്. വാക്കൌട്ട് പ്രസംഗം അവസാനിപ്പിച്ച് സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും ചെയ്യും. വിശാൽ, നിയമസഭയിൽ നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്നിപ്പോൾ നമ്മൾ സാക്ഷിയായത്. കൂത്താട്ടുകുളത്തെ കല്ലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഗതി അടിയന്തര പ്രമേയത്തിലൂടെ ചർച്ച ചെയ്യണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല. ഇതേ തുടർന്നുള്ള വാദപ്രതിവാദങ്ങൾ നീണ്ടുപോകവെ പ്രതിപക്ഷ നേതാവ് രോഷാകുലനാവുകയും കയ്യിൽ നിന്ന് പേപ്പർ വലിച്ചെറിയുകയും ഒക്കെ ചെയ്തു. നിങ്ങളല്ലേ ഇത് നിയന്ത്രിക്കേണ്ടത്, നിങ്ങൾ എന്നോട് മിണ്ടാതിരിക്കാൻ പറയുകയാണോ എന്ന് പ്രതിപക്ഷ നേതാവ് സ്പീക്കറോട് ചോദിക്കുന്ന നിലവരെ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തിരിക്കുന്നു. അവരെ പുറത്തു വന്ന് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്ന് വിചാരിക്കുകയും ചെയ്യുകയാണ്. കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകലിനെ സമ്പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചെയ്തത്. അവർക്ക് മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്യേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. പ്രകോപിതനാവില്ല, അങ്ങ് പ്രകോപിതനാവില്ല പ്ലീസ്, അങ്ങ് പ്രകോപിതനാവില്ല, അങ്ങ് പ്രകോപിതനാവില്ല പ്ലീസ്. അങ്ങ് ഒരു സീനിയർ പൊളിറ്റീഷ്യനാണ്, അങ്ങ് വളരെ സീനിയർ. നിങ്ങൾ പ്രകോപിതനാവില്ല, അങ്ങ് പ്രകോപിതനാവില്ല പ്ലീസ്, അങ്ങ് പ്രകോപിതനാവില്ല.